നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കുഞ്ഞു ഷോപ്പിങ്ങിന് പോവുകയാണ്. നമ്മൾ 19th നമ്മൾ ട്രിപ്പ് പോവുകയാണ്. നോർത്തിലേക്കാണ് പോകുന്നത്. സ്ഥലമൊക്കെ എവിടെയാണെന്നുള്ളത് വഴിയെ പറയാം. 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെയാണെന്നുള്ളത്. അപ്പോൾ നോർത്തിൽ പോകുമ്പോൾ അറിയാമല്ലോ, എന്തും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫുഡിൻ്റെ കാര്യം നമുക്ക് പറ്റത്തില്ല. അപ്പോൾ വേദയ്ക്കായാലും ഏട്ടനായാലും എല്ലാവർക്കും അതെ, നമുക്ക് ഫുഡ് അവിടുത്തത് ശരിയാവുന്നില്ല. ക്ലൈമറ്റൊക്കെ എല്ലാവരും പറയും പോകുമ്പോൾ ഭയങ്കര തണുപ്പാണ്, സഹിക്കാൻ പറ്റില്ല. തണുപ്പുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഒരു 2-3 ജാക്കറ്റൊക്കെ ഇട്ടാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പ് ഉണ്ടായിരുന്നു. തണുപ്പുണ്ടില്ല എന്നല്ല പറയുന്നത്, അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച്. പിന്നെ വേദയ്ക്കും പ്രശ്നമൊന്നുമില്ല. ഈ ഫുഡിൻ്റെ കാര്യമാണ് എല്ലാവർക്കും പ്രശ്നം. അപ്പോൾ കഴിവതും നോൺ വെജ് ഒഴിവാക്കി വെജിറ്റേറിയൻ കഴിക്കാനാണ് ഒരു പ്ലാൻ നോർത്തിലേക്ക് കയറിയാൽ. വേദയോടും പറഞ്ഞ് സമ്മതമൊക്കെ വാങ്ങിച്ച് വെച്ചൊക്കെയാണ്. പിന്നെ KFC അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് വെച്ചൊക്കെയാണ്. വേദയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എങ്ങും ട്രിപ്പ് പോകണ ഇഷ്ടമില്ല. അവൾക്ക് ഫ്ലൈറ്റ് കയറി പോകുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇവിടെ എങ്ങും അവൾ ഇഷ്ടമല്ല. എപ്പോഴും വേണ്ട വേണ്ട എന്നൊക്കെ കരച്ചില്ല. എനിക്ക് ക്രിസ്മസ് വെക്കേഷനായി, ഇപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് കളിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് കരച്ചിലാണ് കേട്ടോ. പക്ഷേ യാത്ര പോകുന്നതിൻ്റെ അവൾ പിന്നീട് ആലോചിക്കും, യാത്ര പോയി എവിടെയെല്ലാം ഞാൻ പോയിട്ടുണ്ടെന്നൊക്കെ ആലോചിക്കില്ലേ. നമ്മൾ ഇപ്പോൾ യൂട്യൂബ് ഇല്ലെങ്കിലും ഏതൊരു വെക്കേഷൻ കിട്ടിയാലും ഏട്ടൻ ഫ്രീ ആണെങ്കിൽ നമ്മൾ പോകും. ഷൂട്ടില്ല എങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും പോകും. ഇപ്പോൾ യൂട്യൂബ് കൂടെ വന്ന ശേഷം പിന്നെ വെക്കേഷൻ നോക്കൂലില്ലെങ്കിലും പോകും. അതാണ് സംഭവം. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോത്തീസിൽ ടേസ്റ്റി നൂഡിൽസിൻ്റെ റെഡി ടു ഈറ്റ് ഫുഡിൻ്റെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പോത്തീസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ലുലുവിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പോത്തീസിൽ പോയി, സ്മാർട്ട് ബസാറിൽ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ പോത്തീസിൽ പോയി കുറച്ച് കാര്യങ്ങൾ എടുക്കാം. പിന്നെ അമ്മ പറഞ്ഞ് പിക്കിളിൻ്റെ സാധനം വാങ്ങി തന്നാൽ പിക്കിൾ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഒരു ചെറിയ ടിന്ന്, അതായത് ഒരുപാടൊന്നും ഇവിടെ ആരും കഴിക്കില്ല. അപ്പോൾ ചെറിയ ഒരു 15 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ എന്നും അത് തന്നെ ആകുമ്പോൾ അതും നമുക്ക് മടുത്തു പോകും. അപ്പോൾ ഞാൻ എല്ലാം ചെറിയ ടിന്നുകൾ വെച്ച് വാങ്ങാം. അപ്പോൾ അമ്മയ്ക്ക് എന്തായാലും വാങ്ങി കൊടുക്കുമ്പോൾ ഒരുപാട് വയ്ക്കണം, ഇടണം, അമ്മയ്ക്കും പാടും. അപ്പോൾ ഞാൻ കരുതി ചെറിയ ടിന്ന് വാങ്ങിക്കാം എന്ന് കരുതി അങ്ങനെ പോത്തീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ദേ ഇറങ്ങി നിൽക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ റസ്ട്രയിൽ ഒരു സാരി കൊറിയർ ചെയ്യാനുണ്ട്. ട്രിവാൻഡ്രത്തുള്ള ഒരാൾ എന്നെ വാങ്ങിയപ്പോൾ അവിടേക്ക് ഒന്ന് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നേരെ ഞാൻ പോത്തീസിലേക്ക് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അമ്മ നല്ല പോലെ നിർബന്ധിച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഇട്ട് തരാം, എനിക്ക് പോയി വാങ്ങാൻ സാധനമൊന്നും വാങ്ങാൻ വയ്യ, നീ പോയി വാങ്ങിച്ചിട്ട് വന്നാൽ ഞാൻ പിക്കിളെല്ലാം ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി വെറുതെ, അമ്മയ്ക്ക് ഒന്നാമത് വയ്യ കേട്ടോ. സത്യം പറഞ്ഞാൽ കാൽമുട്ടിൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പം ആ ഡോക്ടറെ കണ്ട ശേഷം അമ്മയ്ക്ക് നല്ല വ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ കരുതി ഞങ്ങൾക്ക് ഒരു വളരെ കുറച്ച് മതി കേട്ടോ. ഒരു 15 ഡേയ്സിൽ ഒരു നമ്മൾ ഒരു 3 ഡേയ്സ് അങ്ങോട്ടേക്ക് ട്രാവലുണ്ടാവും. ട്രാവലിനൊക്കെ അതായിരിക്കും കഴിക്കുന്നത്. പിന്നെ ഒരു 5-6 ദിവസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് അവിടുത്തെ ഫുഡ് മടുത്ത് തുടങ്ങുമ്പോഴാണ് അടുത്ത ഫുഡ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കഴിക്കാൻ തോന്നിയിട്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ തരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞൊരു 250 ഗ്രാമിൻ്റെ ഒക്കെ പിക്കിളൊക്കെ വാങ്ങാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ 250 ഗ്രാം അമ്മയെ കൊണ്ട് ഞാൻ ഇടിയിക്കുന്നത് വലിയ പാടല്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങാത്തത്. പക്ഷെ ഞാൻ ഇന്ന് വരെ കടയിലെ പിക്കിളൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല. അമ്മയുടെ പിക്കിൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പലരും അമ്മയുടെ പിക്കിൾ വാങ്ങുമ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, കടയിൽ നിന്ന് വാങ്ങുന്ന ആ കുത്തലൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പിക്കിളിനില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വാങ്ങിച്ചിട്ട് പോയിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവുമെന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. പാവം അമ്മയാണെങ്കിൽ കാശ്മീർ പോയപ്പോൾ എനിക്ക് 1 കിലോ പിക്കിളാണ് ഇട്ട് തന്നത്. അത് അമ്മയ്ക്ക് ഓർഡർ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇട്ട് തന്നതാണ് കേട്ടോ. ആ പിക്കിള് 1 മാസം മുമ്പ് വരെയും ഞാൻ ഉപയോഗിച്ചു കേട്ടോ. ചീത്തയാവാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നപ്പോൾ ഒന്നും ചെയ്യാണ്ട് 1 കിലോ പിക്കിളുണ്ടായിരുന്നു, അതത്ര എടുത്തു. അതുപോലെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, നമ്മൾ കാശ്മീരിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കുറേ ഉണക്ക മീനെല്ലാം വാങ്ങി ഞാൻ വറുത്ത് പൊടിച്ചൊക്കെ വെച്ച് അത് ഇപ്പോഴും ഫ്രിഡ്ജിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത്രയും ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നില്ല. കാശ്മീരൊക്കെ പോകുമ്പോൾ ഒരു 1 month 2 month ട്രിപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് അത്രയും സാധനങ്ങൾ ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഒരു 15 ദിവസത്തെ ട്രിപ്പായതുകൊണ്ടാണ് വളരെ കുറച്ച് സാധനം കൊണ്ടുപോകാം. അതിന് വെറുതെ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ വാങ്ങാൻ തരുന്നത്. പിന്നെ മെയിൻലി ഈ ടേസ്റ്റി നൂഡിൽസിൻ്റെ റെഡി ടു ഈറ്റ് ഫുഡ് കൂടെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താണ് ബിരിയാണിയോ എന്തോ സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വേറൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അന്ന് ടേസ്റ്റി നൂഡിൽസ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ എന്തോ വാങ്ങി. പിന്നെ ഫിഷ് കറി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ട്യൂണ ഫിഷ് കറി എന്ന് പറഞ്ഞിട്ട്. അതും ഇവിടെ പോത്തീസിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. അത് ടിന്നിലാണ് വന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഫിഷ് കറിയുടെ കാര്യം ഓർത്തത് കേട്ടോ. അയ്യോ, മറന്നുപോയി അത് വാങ്ങാനായിട്ട്. പിന്നെ എടുത്ത സാധനം ഒരു മീൻപീര എടുത്തു, ഒരു ഉള്ളി തീയലെടുത്തു, പിന്നെ ചിക്കൻ്റെ ഒരു പെപ്പർ ഫ്രൈയോ അങ്ങനെ എന്തോ എടുത്തു, പിന്നെ ബഫല്ലോ കൊണ്ടാട്ടം എടുത്തു. ഇത്രയും സാധനങ്ങളാണ് എടുത്തത്. പിന്നെ പിക്കിൾസായിട്ട് ഫിഷ് പിക്കിൾ എടുത്തു, പ്രോൺസ് പിക്കിൾ എടുത്തു,
പിന്നെ എന്താ അടുത്തത്, ഗാർലിക് എടുത്തു. ഗാർലിക്കൊക്കെ നല്ലതല്ലേ, നമുക്കിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഫുഡ് പറ്റാതെ വരുമ്പോൾ ഗ്യാസാണ് കയറുന്നത്. അപ്പോൾ ഗ്യാസിനൊക്കെ നല്ലതല്ലേ ഗാർലിക്. ഇഞ്ചിയൊന്നും വലിയ താല്പര്യമില്ല ആർക്കും, അതുകൊണ്ട് ഇഞ്ചിയൊന്നും ആരും എടുത്തിട്ടില്ല. അല്ലേ, ആരുമല്ല, ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ചമ്മന്തിപ്പൊടി എടുത്തു. ചിക്കൻ പിക്കിൾ എടുത്തു കേട്ടോ, വേദയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ പിക്കിൾ എടുത്തു. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല, കടയിൽ നിന്ന് ഇന്ന് വരെ വാങ്ങിച്ച് നമ്മളങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് ചിലപ്പോൾ കടയിൽ നിന്ന് മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാറൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒട്ടും സെറ്റാവില്ല. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടി എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ചമ്മന്തിപ്പൊടി വാങ്ങിച്ചു, ഉണക്കമീൻ്റെ ചമ്മന്തിപ്പൊടി വാങ്ങി, അല്ലാത്ത തേങ്ങാ ചമ്മന്തിപ്പൊടി വാങ്ങി, ഇത്രയും സാധനങ്ങൾ വാങ്ങി. പിന്നെ മാഗി ഏട്ടൻ പറഞ്ഞ് വാങ്ങൂ, നമുക്ക് കെറ്റിലൂടെ എടുത്ത് വയ്ക്കാം. മറ്റേ അഗാരയുടെ കെറ്റിലുണ്ടല്ലോ, അതിൽ കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഇലക്ട്രിക്കൽ പ്ലഗ് കൊടുത്താലേ വർക്ക് ചെയ്യാൻ പറ്റൂ. അത് നമ്മുടെ ഹോട്ടലിൽ അലൗഡ് ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാഗിയും എന്തായാലും 2-3 കുഞ്ഞ് പാക്കറ്റ് എടുത്തു. ആക്ച്വലി മാഗിയൊക്കെ അവിടെ നല്ലതായിട്ട് കിട്ടും കേട്ടോ, കുഞ്ഞു കുഞ്ഞു കടകളിലൊക്കെ മാഗി കിട്ടും. അതുകൊണ്ട് മാഗിയൊന്നും കൊണ്ടുപോകണേ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇതൊക്കെ കൊണ്ടുപോകുന്നത് കുറച്ച് ചോറ് വാങ്ങിയാലും റൊട്ടി ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ റൊട്ടി വാങ്ങിച്ചാലും റൊട്ടിക്കൊരു കറിയാണ് നമുക്ക് സെറ്റ് ആവാത്തത്. ആ കറിയിൽ എന്തോ ഒരു ടേസ്റ്റ് ആട്ടോ, ഒരു കടുകെണ്ണയുടെ ആണോ ജീരകത്തിൻ്റെ ആണോ എന്തിൻ്റെയോ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, അതാണ് ഒരു മെയിൻ പ്രോബ്ലം. അതുകൊണ്ടാണ് കറി എടുക്കുന്നത്. കുറച്ചേ എടുത്തുള്ളൂ, ഇതിനെല്ലാം നല്ല വിലയുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് കറി വാങ്ങുന്ന പൈസ ആവുന്നുള്ളൂ, ഇവിടെ നമ്മൾ കൊണ്ടുപോയാലും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാണ്ട് നമ്മൾ എടുത്താലും ശരിയാവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഓരോ സാധനങ്ങളും എടുക്കുന്നത്. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ട്യൂണയുടെ അതുകൂടെ വാങ്ങാനാണ് പോയത്. അത് ടിന്നിലാട്ടോ, ട്യൂണ കറി എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മുളകിട്ട മീൻ കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് അത് ഓർത്തത് കേട്ടോ. ഈ ഉള്ളിത്തീയലും മറ്റേ ചിക്കൻ പുരട്ട്, ബഫലോ മീറ്റൊക്കെ അതൊരു പാക്കറ്റാണ്, ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ പോലത്തെ പേപ്പറിൽ പാക്കിംഗ് ആണ് വരുന്നത്. അത് ചൂടുവെള്ളത്തിൽ ഒരു 3 മിനിറ്റ് മുക്കി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ മൈക്രോവേവ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കലേ ഉള്ളൂ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ബിരിയാണി എന്തോ വാങ്ങിച്ചു, ടൊമാറ്റോ റൈസ് എന്തോ വാങ്ങിച്ചു, നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എനിക്ക് കുഴപ്പമില്ല. ഈ പിക്കിളാണ് ചിലപ്പോൾ ഈ വിനീഗറിൻ്റെയോ എണ്ണയുടെയൊക്കെ ഒരു കുത്തലുണ്ടാവും, അതെന്താണെന്ന് അറിയില്ല. അത് ഓപ്പൺ ചെയ്ത് കഴിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വളരെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത ശേഷം കാശ്മീർ ട്രിപ്പിന് നമ്മളത് നല്ലതായിട്ട് കൊണ്ടുപോകും. കാരണം അത്രയ്ക്കും വേണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോർത്തിൽ പോയപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ വേദയാണെങ്കിൽ ഒരു വക കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. മേലിങ് ഒരു കോലായിട്ടാണ് വേദ തിരിച്ച് വന്നത്, ഫുഡ് പോയിസണൊക്കെ അടിച്ച്. അതുകൊണ്ട് പോകുന്ന വഴിക്ക് അവിടെയെങ്കിലും ചെന്നിട്ട് ചിക്കനൊന്നും വാങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രോസ്റ്റഡൊക്കെ കിട്ടുകയാണെങ്കിൽ KFC ഒക്കെ പോകുന്ന വഴിക്ക് മെക്ഡി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് തരാം. പിസ്സ പിന്നെ ചൈനീസ് ഫുഡൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം, അല്ലാതെ അവിടെ ചിക്കനൊന്നും വാങ്ങിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയാണ് വേദയെ കൊണ്ടുപോകുന്നത്. എല്ലാവരും പറഞ്ഞു ക്ലൈമറ്റൊക്കെ നമുക്ക് പറ്റത്തില്ല. അവിടെ ഉള്ളവരൊക്കെ നമുക്ക് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് ക്ലൈമറ്റ് ഓക്കെയാണ്. പിന്നെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി ആർമിയിലായിരുന്നു കേട്ടോ, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സെറ്റ് ആവില്ല, അതുകൊണ്ട് ഫുൾ കവർ ചെയ്ത് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മങ്കി ക്യാപ്പൊക്കെ വെച്ച് തലയും മുഖം 2 കണ്ണ് മാത്രം വെളിയിൽ വെച്ചിട്ടാണ് നമ്മളന്ന് പോയത്. പക്ഷേ അപ്പോൾ ഒരുപാട് കമൻറ്റ് ചെയ്തു, ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു ഫോട്ടോയ്ക്കെങ്കിലും നല്ലതായിട്ട് നിന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അത് പേടിച്ച് നമുക്ക് ശകലം പോലും പുറത്ത് വരരുത്, നമുക്ക് അതുമായിട്ട് സെറ്റ് ആവില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നിന്നത് കേട്ടോ. പക്ഷേ പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഇതൊക്കെ ക്യാപ്പൊന്നും മാറ്റിയിട്ടും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ അതെല്ലാം ഇല്ലാതെയൊക്കെ നിന്ന് കേട്ടോ. അതുകൊണ്ട് തണുപ്പ് നമുക്ക് എങ്ങനെയും പരിഹരിക്കാം. ഫുഡിൻ്റെ കാര്യമാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഈ വിൻ്റർ ആയതുകൊണ്ട് അവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അവർ എഴുന്നേറ്റ് റെസ്റ്റോറൻറ്റൊക്കെ ഓപ്പൺ ആവാൻ തന്നെ 12-1 മണിയൊക്കെ ആവും, 11 മണി എന്തായാലും ആവും. അവിടെ അപ്പോഴേ ലൈറ്റെല്ലാം വന്നു തുടങ്ങും. സൂര്യൻ ഉദിച്ച് തുടങ്ങുന്നത് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായിരുന്നു. പിന്നെ വിൻ്റർ തന്നെ നമ്മൾ പോകുന്നത് നമുക്ക് സമ്മറിലൊട്ടും പറ്റത്തില്ല കേട്ടോ. ഈ ഒരു സ്റ്റേറ്റിലൊക്കെ പോകുന്ന കാര്യം, നോർത്തിലേക്കൊക്കെ പോകുന്ന കാര്യം ഭയങ്കര ചൂടായിരിക്കും. അതൊട്ടും നമുക്ക് തണുപ്പ് എങ്ങനെയും സഹിക്കാം, ചൂടൊട്ടും പറ്റത്തില്ല. അതുകൊണ്ടാണ് വിൻ്റർ തന്നെ പോകാമെന്ന് കരുതി ചൂസ് ചെയ്തത്. പിന്നെ കാശ്മീർ എന്ന് പറയുമ്പോൾ സമ്മറിലായാലും തണുപ്പുണ്ടാവുമല്ലോ, അതുകൊണ്ട് നമുക്ക് പറ്റുന്ന തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ കാശ്മീർ നമ്മൾ ലോങ് വെക്കേഷൻ ആകുമ്പോഴേ നമുക്ക് പോകാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു കുഞ്ഞൊരു ട്രിപ്പ് പോവുകയാണ്. എന്തായാലും 2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടേക്കാന്നുള്ളത്.
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോൾ പോകണമെന്ന് കരുതിയിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് തിരിച്ച് വന്നതാണ്. സ്ഥലം എവിടെയാണെന്നുള്ളത് നമ്മുടെ ട്രിപ്പ് തിരിക്കുമ്പോൾ പറയാം. 19-ാം തീയതിയാണ് നമ്മൾ പോകുന്നത്. വേദയ്ക്ക് 19-ാം തീയതിയാണ് ക്രിസ്മസ് സെലിബ്രേഷൻ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. ഇതുവരെ സ്കൂളിൽ നിന്ന് നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ല. അപ്പോൾ വേദയ്ക്ക് ക്രിസ്മസ് സെലിബ്രേഷന് കൂടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരേ ബഹളം. അല്ലെങ്കിൽ നമ്മൾ വെളുപ്പിന് പോകുമായിരുന്നു 19-ാം തീയതി. അപ്പോൾ വേദയുടെ ക്രിസ്മസ് സെലിബ്രേഷൻ സ്കൂളിൽ കഴിഞ്ഞിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിക്കും. തിരിച്ച് നമ്മളവിടെ എത്തും. അവിടെ എത്തി 1-2 സ്ഥലങ്ങൾ അവിടെ കാണാനുണ്ട്. കണ്ടിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തും. ഒരു 10-15 ദിവസത്തെ ട്രിപ്പ് മാക്സിമം. നേരത്തെ തിരിച്ച് 10 ദിവസമേ വേദയ്ക്ക് വെക്കേഷനുള്ളൂ. അതിന് മുന്നേ തിരിച്ചെത്താൻ നമ്മൾ ശ്രമിക്കും. മുന്നേ എത്തില്ല, അതുകൊണ്ട് 10 ദിവസത്തിനുള്ളിൽ എത്താൻ ശ്രമിക്കും. എനിക്ക് തോന്നുന്നില്ല എത്തുമെന്നുള്ളത്. യാത്ര തന്നെ 2-3 ദിവസം നമുക്ക് യാത്രയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 15 ദിവസമാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സാധനങ്ങൾ ഇത്രയും വാങ്ങിയപ്പോൾ നമുക്ക് വന്ന ബില്ല് വലുതാണ്. ഒരു 2000 എത്രയാണ് ഞാൻ പറഞ്ഞത്, 2214 വന്നിട്ടുണ്ട് ഗൈസ്. ഇന്ന് നമ്മൾ വാങ്ങിച്ചത് ഇതാണ്. എൻ്റെ ഫുഡ് ബാസ്ക്കറ്റ് വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. ഒരു നൈഫും ഒരു പീലറും എടുത്തിട്ടുണ്ട്. ആപ്പിളൊക്കെ വാങ്ങിച്ചാൽ പീൽ ചെയ്യാനും കട്ട് ചെയ്യാനും. പിന്നെ വാങ്ങിച്ച സാധനങ്ങൾ ഉള്ളിത്തീയലിൻ്റെ ഒരെണ്ണം വാങ്ങി. ഇതെല്ലാം നമ്മൾ പാക്കറ്റോട് കൂടി ചൂടുവെള്ളത്തിൽ ഒന്നുകിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ മൈക്രോവേവ് 2 മിനിറ്റ് മൈക്രോവേവ് ചെയ്യുക. പിന്നെ ഗാർലിക് ചിക്കൻ വേദയ്ക്ക്. പിന്നെ ഇതൊരെണ്ണം ബഫല്ലോ വാങ്ങിച്ചു നോക്കി. നാനിനും റൊട്ടിക്കും നോർത്തിലേക്ക് ഒരു ക്ഷാമവും ഇല്ല. അതുകൊണ്ട് പിന്നെ മീൻ പീര, ഇത് കുറച്ച് റൈസൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാമെന്ന് കരുതി. പിന്നെ അച്ചാറുകൾ പലതരത്തിലുള്ളത് കുഞ്ഞ് ഇത്രേ വാങ്ങിച്ചുള്ളൂ. അതുകൊണ്ടാണ് അമ്മയെ കൊണ്ട് ഇടിയിക്കാത്ത കേട്ടോ. അല്ലെങ്കിൽ ഇടിയിച്ച് വാങ്ങിയാൽ ചെറിയൊരു ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. എന്നും ഒരേ സംഭവം കഴിക്കുന്നതിന് പകരം പ്രത്യേകമായിട്ടൊരു ഫിഷിൻ്റെ വാങ്ങി. ഒരു ചിക്കൻ മെയിൻലി വേറെ കരുതിയാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. പിന്നെ ഇത് ഒരു ചമ്മന്തിപ്പൊടി, ഉണക്കമീനാണ് കേട്ടോ, ഉണക്കമീൻ്റെ പൊടി. പിന്നെ ഇത് ഒരു പ്രോൺസ് പിക്കിളും വാങ്ങി. ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് എനിക്കറിയില്ല, കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നമ്മൾ കഴിച്ചിട്ടില്ല. പിന്നെ ഇത് രണ്ടും ഞാൻ വറുക്കാൻ വേണ്ടി വാങ്ങിച്ചു. വറുത്ത് നമ്മളൊരു ബോട്ടിലാക്കി കൊണ്ടുപോവേ. തൽക്കാലം ഇത് ഇരിക്കട്ട്. പിന്നെ ഒരു ചമ്മന്തിപ്പൊടി, ഇതും ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടിച്ചമ്മന്തി, അതിന് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഒരു 3 മാഗി വാങ്ങി. ആക്ച്വലി അങ്ങോട്ട് പോകുമ്പോൾ മാഗിയൊക്കെ കിട്ടും. പിന്നെ പെട്ടെന്ന് നമുക്കിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പെട്ടുപോയി ഇപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് കഴിക്കണം, അവിടെയൊക്കെ പോയാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കാര്യമാണ്. കച്ചോടി തിന്ന് മരിക്കും. അവർ 10-11-12 മണിയാവും. എണീറ്റൊക്കെ വന്ന് ഓപ്പൺ ചെയ്ത് റൊട്ടിയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഒരു സമയമാവും. അപ്പോൾ അതുകൊണ്ട് ഒരു സേഫ്റ്റി സൈഡിന് 3 മാഗിയെ വാങ്ങിച്ചുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് വാങ്ങാമല്ലോ. അതുകൊണ്ട് ഇത്രയാണ് എൻ്റെ ഫുഡ് ബാഗ്. പിന്നെ പ്ലേറ്റ്, 2 പ്ലേറ്റും 2 ഗ്ലാസ്സും എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇത് വേദയ്ക്ക് താഴെ ഓട്ട മത്സരത്തിന് കിട്ടിയ ഗിഫ്റ്റാട്ടോ, റെസിഡൻസിയിൽ നിന്ന് കിട്ടിയ പ്രൈസാണ്. 2 ഗ്ലാസ്, 2 പ്ലേറ്റ്, ഇനി ഒരു 2 സ്പൂൺ കൊണ്ട് എടുത്ത് വയ്ക്കണം. ഒരു കുഞ്ഞ് സ്പൂണും ഒരു കുഞ്ഞ് തവി എടുത്ത് വയ്ക്കണം. ഇത്രയും തന്നെയാണ് നമ്മുടെ. പിന്നെ കെറ്റിലൂടെ ഞാൻ എടുത്ത് വയ്ക്കാമെന്ന് കരുതി മാഗിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. അതിപ്പോൾ നമുക്ക് കാറിലത് ഇലക്ട്രിസിറ്റിയിൽ ചെയ്യണമല്ലേ, അപ്പോൾ ഹോട്ടൽ റൂമിലൊക്കെ പോയിട്ടേ ചെയ്യാൻ പറ്റൂ. ഒരു കുഞ്ഞ് സ്റ്റൗവൊക്കെ വാങ്ങണമെന്നുണ്ട്, പക്ഷെ അതിപ്പോഴത്തെ ഒരു 15 ട്രിപ്പിന് ഇതൊക്കെ ധാരാളം. കഴിഞ്ഞതിന് പോയപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു എന്താണ് ഏതാണ്, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഒരു സേഫ്റ്റി സൈഡിന് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടി. പിന്നെ തൈര് എല്ലായിടത്തും കിട്ടും. തൈരും ചോറും ഇതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. റൊട്ടി ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ടാണ് ബഫലോയും ചിക്കനും ഒക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഇനി അടുത്ത് കാശ്മീരൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് സ്റ്റൗവൊക്കെ വാങ്ങിച്ചാലായി. എനിക്കതിനോട് താല്പര്യമില്ല. പോണ വഴിക്ക് വെച്ച് വീട്ടിലും ജോലി, പോകുന്ന വഴിക്കും ജോലി. കാറിൽ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കെറ്റിൽ ധാരാളമാണ് കേട്ടോ. പക്ഷേ അത് കെറ്റിൽ നമുക്ക് എല്ലായിടത്തും കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ പോകുന്ന ഹോട്ടലായിരുന്നു അത് അനുവദിക്കണമെന്നില്ല. കറണ്ടിൽ ചെയ്യുമ്പോൾ അവർ അതിനുള്ള ഇത് കാണും, പ്രത്യേകിച്ച് അങ്ങോട്ട്. അപ്പോൾ ഇത് ഇത്രയും ഇന്നത്തെ പാക്കിങ്. ഇനി നമ്മളൊന്ന് ലുലുവിൽ കറങ്ങാൻ പോവുകയാണ്. എന്ത് വാങ്ങാനെന്ന് ചോദിച്ചാൽ എനിക്കും വേദയ്ക്കൊക്കെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി. നോർത്തിലേക്കാണ് പോകുന്നത്. ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ്. ഇന്നും ന്യൂസിലൊക്കെ അച്ഛൻ എന്തോ ഡൽഹിയിലൊക്കെ ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ചെയ്തു മഞ്ഞ് കാരണം എന്നൊക്കെ പറഞ്ഞ് ന്യൂസിലൊക്കെ പോകണമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പാണ്. ഞങ്ങൾക്ക് വേണ്ട പ്രിക്കോഷൻസ് എല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ തണുപ്പെന്ന് പറഞ്ഞ് പോണില്ല എന്ന് വരെ നിന്നിട്ട് എൻ്റെ കരച്ചിൽ കണ്ടിട്ടാണ് ഏട്ടാ ശരി പോകാമെന്നും പറഞ്ഞ് നിന്ന്. നമുക്കറിയില്ലല്ലോ, കാരണം ഈ വിൻ്റർ സീസണിലൊന്നും അങ്ങനെ നമ്മൾ പോയിട്ടില്ല, നമുക്കറിയില്ല. പക്ഷെ പോയപ്പോൾ ഓക്കെ ആയിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയൊന്നും അറിയത്തില്ല. ഞങ്ങൾക്കുള്ള പ്രിക്കോഷൻസ് എല്ലാം ഞാനും വേദയും
2 മാസം മുന്നേ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏട്ടൻ എന്തൊക്കെ വാങ്ങാനുണ്ടായിരിക്കാം. ലുലുവിൽ പോകുമ്പോൾ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. നമുക്കൊന്നും വാങ്ങാനില്ല, നമുക്ക് തിന്നുക കുടിക്കുക ഇതൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഡയറ്റ് ആണ്ട് അതും നടക്കത്തില്ല. അപ്പോൾ ലുലുവിൽ പോയിട്ട് വരാം. അങ്ങനെ എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഇനിയൊന്നും വാങ്ങുന്നില്ല. പിന്നെ സ്നാക്സൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങട്ടെ എന്ന് കരുതി നേരെ ലുലുവിൽ വന്നു. വേദ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ബിസ്ക്കറ്റ് എടുത്തു. പിന്നെ പ്രോട്ടീൻ ബാർ കുറച്ചെടുത്തായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കൊരു വിശപ്പൊക്കെ വന്നാൽ അത് തടയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം എടുത്തു. പിന്നെ മെയിനായിട്ട് ഇവിടെ വന്നത് ഏട്ടന് ടീഷർട്ട് വാങ്ങണമെന്ന് പറഞ്ഞാണ് വന്നത്. ഏട്ടന് ഈ ഫുൾ സ്ലീവ് ടീഷർട്ട് ഇടാറേ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം നോർത്തിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഫുൾ സ്ലീവ് ടീഷർട്ട് ഇട്ടത്. അവിടെ ഉറപ്പായിട്ടും ഫുൾ സ്ലീവ് ടീഷർട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഫുൾ സ്ലീവ് ടീഷർട്ട് വാങ്ങാനായിട്ട് വന്നതാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടീഷർട്ട് എൻ്റെ അച്ഛൻ്റെ കേട്ടോ. അച്ഛൻ്റെ ടീഷർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് കുറച്ച് വലുതാണ്, പക്ഷേ എങ്കിലും കാണാൻ ഭംഗിയുണ്ട്. ഞാനതിനെ കയറ്റിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ വന്ന് ഏട്ടന് ആവശ്യമുള്ള സാധനങ്ങളും വാങ്ങി. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങി. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വേറൊന്നുമില്ല, കൊണ്ടുപോകാനുള്ള എനിക്ക് കുറച്ച് ഷാമ്പൂ കണ്ടീഷണറൊക്കെ വേണമായിരുന്നു, അത് വാങ്ങി. പിന്നെ 2-3 ബിസ്ക്കറ്റ് വാങ്ങി. ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ തന്നെ. എനർജി ബാറ്, പിന്നെ ചോക്കോസ് വേദയ്ക്ക് പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോകാനായിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഒന്നും കിട്ടിയില്ല. വേദയ്ക്ക് എന്തെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊക്കെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചാലും കെറ്റിലൊക്കെ വെച്ച് തിളപ്പിച്ചിട്ട് ചോക്കോസൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്ര സാധനങ്ങൾ മാത്രമേ അവിടെ നിന്ന് വാങ്ങിയുള്ളൂ. പിന്നെ ജാം വാങ്ങി. ബ്രെഡൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രെഡ് വാങ്ങിയാലും ഒരു ജാമും കൂടി ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാമെന്ന് കരുതി. ന്യൂട്ടല്ല വേദയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങി. അവൾക്കും ഒട്ടും പറ്റത്തില്ല ഫുഡ്. അവൾക്കെന്നല്ല, നമുക്ക് 3 പേർക്കും പറ്റുന്നില്ല അവിടുത്തെ ഫുഡ്. അതുകൊണ്ടാട്ടോ. ടീഷർട്ട് വാങ്ങി. ഏട്ടൻ റൂമിൽ ട്രയൽ ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്ന ഒന്നും പിന്നെ വേറെ ഒന്നും കൂടെയാണ് വാങ്ങിയത്. കാരണം 3 വാങ്ങുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞതിന് വാങ്ങിയത് ഇരിപ്പുണ്ട്. പിന്നെ ഏട്ടൻ ഉപയോഗിക്കില്ല. ഇങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് മാത്രം, തണുപ്പ് സഹിക്കാൻ പറ്റാത്തത് മാത്രമാണ് ഈ ഫുൾ സ്ലീവ് ടീഷർട്ട് 2-3 വാങ്ങിയത് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ഒന്നും വാങ്ങിയില്ല. വസ്ത്രയിൽ 2-3 കോട്ട് സെറ്റ് ഇരിപ്പുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് ചുരിദാർ മെറ്റീരിയൽ ഇരുന്നത് എല്ലാം കൂടി ഞാൻ തയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ്. പിന്നെ ഉള്ളതൊക്കെ മതിയെന്ന് കരുതി പിന്നെ ഞാനൊന്നും വാങ്ങിയില്ല. എന്നിട്ട് ആ ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് വന്നു. പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ. ഫുഡ് കോർട്ടിലേക്ക് വന്നു. എനിക്ക് ഡയറ്റ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. വേദ ഫലൂഡ നാഷണൽ കയറിയിട്ട് ഒരു ഫലൂഡയ്ക്ക് ഓർഡർ ചെയ്തു. സൺഡേ ആണ് അവൾ ഓർഡർ ചെയ്തു. പിന്നെ എൻ്റെ ഡയറ്റ് തുടങ്ങിയിട്ട് 15 ഡേയ്സ് ആയിട്ടുണ്ട്. എനിക്ക് 3 കിലോ 15 ദിവസത്തിൽ കുറഞ്ഞു. 9 ദിവസം കൊണ്ട് എനിക്ക് 3 കിലോ കുറഞ്ഞു. പിന്നെ വെയിറ്റ് ഒന്ന് സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. എങ്കിലും ബോഡിയിൽ എനിക്ക് അതിൻ്റേതായ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ഇന്ന് എൻ്റെ ഡയറ്റ് നിർത്തുകയാണ്. പക്ഷേ അത് ഞാൻ ഫോളോ ചെയ്ത് പോകും. കാരണം 19-ാം തീയതി യാത്ര ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഞാനത് നിർത്തുകയാണ്. എനിവേ താങ്ക് യു FTS ഫിറ്റ് കപ്പിൾ. 15 ദിവസം കൊണ്ട് 3 കിലോ കുറഞ്ഞെന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. പ്രോപ്പറായിട്ട് ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് റിസൾട്ട് കിട്ടിയാണ്. ഞാനതൊന്നും ചെയ്യാത്തത് കൊണ്ടും എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. സോ അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽസ് താഴെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ.